അരിതമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. ഈ അരിതമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ, നിങ്ങൾക്കറിയാം ഓൾജിബ്രായിക് ഫോം എങ്ങനെ കണ്ടുപിടിക്കുക? xn ഈസ് ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. ഇതിലെന്താണ് ഫസ്റ്റ് ടേം? ഇതിലെന്താണ് ഫസ്റ്റ് ടേം? 6. കോമൺ ഡിഫറൻസ് എന്താണ്? കോമൺ ഡിഫറൻസ് എന്താണ്? 4 അല്ലെ? സോ dn എന്ന സ്ഥലത്ത് എന്ത് കൊടുക്കണം? dn എന്ന സ്ഥലത്ത് എന്ത് കൊടുക്കണം? 4n എന്ന് കൊടുക്കണം. f എന്ന പ്ലേസിൽ എന്ത് കൊടുക്കണം? 6. b എന്ന പ്ലേസിൽ എന്ത് കൊടുക്കണം? 4. സോ ആൻസർ 4n പ്ലസ് 2. ഈ ആൻസർ എല്ലാ ആളുകൾക്കും കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയിട്ടില്ലേ? ഓൾജിബ്രായിക് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4n പ്ലസ് 2 ആണ് ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഇനി ഇതിലൊരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ എത്ര ടേമുകൾ ചെയ്ത് കഴിഞ്ഞാലാണ് സമ്മ് 880 കിട്ടുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം കാണേണ്ടത് ഇവിടെ സം ഓഫ് n ടേംസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മിന്റെ ഓൾജിബ്രയാണ് കാണേണ്ടത്. ഞാൻ നിങ്ങളോട് വെരി സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു. ഇത്രയുള്ളൂ ചെയ്യേണ്ടത്. ഈ എന്നിന്റെ പ്ലേസിൽ എന്ത് എഴുതണം? n ഇൻറ്റു n പ്ലസ് 1/2 എന്ന് എഴുതണം. ഈ എന്നില്ലേ വെരി സിമ്പിൾ ആണ്. എന്നിന്റെ പ്ലേസിൽ n ഇൻറ്റു n പ്ലസ് 1/2 എഴുതണം. 2ന്റെ കൂടെ എന്തെഴുതണം? 2ന്റെ കൂടെ എന്തെഴുതണം? 2n എന്ന് എഴുതണം. ഈ 4ഉം 2ഉം കട്ട് ചെയ്യാം. 4/2 എത്രയാണ്? 2 അല്ലെ? ആ 2 ഞാൻ അതുപോലെ എഴുതുന്നു. n ഇൻറ്റു n ഉം n ഇൻറ്റു എന്താണ്? n ഇൻറ്റു n എന്താണ്? n ഇൻറ്റു n എന്താണ്? n സ്ക്വയർ അല്ലേ? n ഇൻറ്റു 1 എന്താണ്? n. ക്ലിയർ അല്ലേ? ഇവിടെ വീണ്ടും ഒരു 2n ഉണ്ട്. നോക്കൂ, n അല്ലെങ്കിൽ ഒരു സിമ്പിൾ ട്രിക്ക് വേറെയും ചെയ്യാട്ടോ. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമല്ല, ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ 2നെ എന്നോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2n അല്ലെ? 2n. ഈ 2നെ എന്നോട്ട് മൾട്ടിപ്ലൈ ചെയ്ത 2n. ഉള്ളിൽ ആരാണ്? n പ്ലസ് 1 അല്ലേ? അല്ലേ? ഇവിടെ എങ്ങനെ 2n കിട്ടിയെന്ന് മനസ്സിലായോ? ഇവിടെ എങ്ങനെ 2n കിട്ടിയെന്ന് മനസ്സിലായോ? എങ്ങനെ കിട്ടിയത്? 2 ഇൻറ്റു n 2n. പിന്നെ ഉള്ളില് n പ്ലസ് 1 ഉണ്ട്. 2n ഇൻറ്റു n എന്താ? 2n ഇൻറ്റു n എന്താ? 2n സ്ക്വയർ. ക്ലിയർ ആണോ? 2n ഇൻറ്റു n നമ്മൾ 2n സ്ക്വയർ. 2n ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്താ? 2n പ്ലസ് 2n. ആൻസർ ഇത്ര കാര്യം കിട്ടിയ മക്കളെ 2n സ്ക്വയർ പ്ലസ് 4n. ഈ ആൻസർ കിട്ടിയാലും യോജിക്കാം. 2n സ്ക്വയർ പ്ലസ് 4n. 2n സ്ക്വയർ പ്ലസ് 4n ആണ് 880. 2n സ്ക്വയർ പ്ലസ് 4n ആണ് 2n സ്ക്വയർ പ്ലസ് 4n ആണ് 880. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. n സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് എന്താണ്? 2 ആവുമ്പോൾ എല്ലാ ടേമിനെയും 1 ആവാൻ വേണ്ടിയിട്ട് ഈ n സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് 1 ആവാൻ വേണ്ടിയിട്ട് ഇതിനെല്ലാതും കൊണ്ടും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2. 2n സ്ക്വയറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എത്ര വരും? 2n സ്ക്വയറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എന്ത് വരും? n സ്ക്വയർ. 4n-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എന്ത് വരും? 2n. 880-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എന്ത് വരും? 440. സ്ക്വയർ കംപ്ലീഷൻ ആണ് ഇനി ചെയ്യേണ്ടത്. ഇനി ചെയ്യേണ്ട മെത്തേഡിന്റെ പേരാണ് മക്കളെ സ്ക്വയർ കംപ്ലീഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. സ്ക്വയർ കംപ്ലീഷനോ കംപ്ലീറ്റിംഗ് ദ സ്ക്വയറോ ചെയ്യണം. വെരി സിമ്പിൾ ആണ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യാൻ. n സ്ക്വയർ പ്ലസ് 2n. എന്നിന്റെ കോയിഫിഷ്യന്റ് 2 ആണെങ്കിൽ അതിന്റെ പകുതിയാണ് എടുക്കേണ്ടത് 1 സ്ക്വയർ. അതിന്റെ അതേ സെയിം സാധനം മറ്റേ സൈഡിലും എടുക്കണം അല്ലെ? 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. സോ ഇനി നിങ്ങൾ ചെയ്ത് പഠിച്ചതാണ് n പ്ലസ് 1 ഹോൾ സ്ക്വയർ അല്ലെ? 440-ഉം 1 ആഡ് ചെയ്താൽ എത്രയാണ്? 441. സ്ക്വയർ പോകുമ്പോ മറ്റേ സ്ഥലത്ത് എന്ത് വരും? റൂട്ട് വരും. വാട്ട് ഈസ് n പ്ലസ് 1? 441-ന്റെ റൂട്ട് എത്രയാണ്? എത്രയാണ്?
21. സോ ഇതൊന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ന് കിട്ടും. വാട്ട് ഈസ് n? എത്ര n വരിക? 20. ഈ ക്വസ്റ്റ്യൻ വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. വേഗം പഠിച്ചോളൂ.